വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നോമ്പിൻ്റെ 11-ാം ദിവസം. ഈ 11-ാം ദിവസം നാം ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വചനങ്ങളാണ്. പൗലോസ് ശ്ലീഹ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് ഇവിടെ. നമ്മിൽ ചിലർ അവിശ്വസ്തരായിരുന്നാൽ എന്ത്? നമ്മുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് മറുപടി. ഇന്നത്തെ നോമ്പുകാല ചിന്ത 1-ാം ഭാഗം ഇതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ ലംഘിക്കാറുണ്ട്. നോമ്പ് തുടങ്ങുമ്പോൾ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ അതിശയിപ്പിക്കുന്ന സത്യം ഇതാണ്. നമ്മൾ മറന്നു പോയാലും നമ്മൾ അവിശ്വസ്തരായാലും ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുന്നില്ല. അത്രയ്ക്ക് വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ ചിന്താവിഷയം, പൗലോസ് ശ്ലീഹ തുടരുന്നു. നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ വ്യക്തമാക്കുന്നു. ഇതിനർത്ഥം നമുക്ക് പാപം ചെയ്യാമെന്നല്ല, മറിച്ച് നമ്മുടെ പാപത്തിൻ്റെ ആഴം കാണുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുറവുകളെ അംഗീകരിക്കാനുള്ള സമയമാണ് ഈ നോമ്പുകാലം. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ, ദൈവമേ, എൻ്റെ പാപങ്ങൾക്കിടയിലും നീ എന്നോട് കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണ് എന്ന് ഏറ്റു പറയുന്നിടത്താണ് നമ്മുടെ ആത്മീയ വളർച്ച തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ നീതി എന്നത് നമ്മെ ശിക്ഷിക്കാനുള്ളതല്ല, മറിച്ച് നമ്മെ വിശുദ്ധീകരിക്കാനുള്ളതാണ്. മൂന്നാമത്തെ ചിന്താവിഷയം, ചിലർ ചിന്തിച്ചേക്കാം, ദൈവത്തിൻ്റെ മഹിമ വർദ്ധിക്കാനായി നമുക്ക് തിന്മ ചെയ്തുകൂടെ എന്ന്. ഒരിക്കലുമില്ലെന്ന് പൗലോസ് ശ്ലീഹ തറപ്പിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല ഈ കാലം, മറിച്ച് അവൻ്റെ വിശ്വസ്തതയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ കുറവുകളെ ഓർത്ത് നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ അവിശ്വസ്തതയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ആ വിശ്വസ്തതയിൽ അഭയം പ്രാപിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നീതിയിലേക്ക് തിരിച്ചു നടക്കാം. വിശ്വസ്തനായ ദൈവമേ, എൻ്റെ ബലഹീനതകളിലും അവിശ്വസ്തതകളിലും നീ എന്നെ ചേർത്ത് പിടിക്കുന്നതിനായി എന്നേക്കും ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.